ടൊയോട്ട കോളിസ് 2003 മോഡൽ വണ്ടിയാണ്. തൃശ്ശൂരിൽ നിന്ന് വന്ന വണ്ടിയാണ്. എന്തൊക്കെ കംപ്ലൈൻറ്റുകളുണ്ടോ അതൊക്കെ ചെയ്യാൻ പറഞ്ഞതാണ് കസ്റ്റമർ. നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഇവിടുന്ന് എല്ലാ പണികളും ചെയ്തതാണ്. എന്നാൽ കംപ്ലൈൻറ്റ് ഉള്ളത് ക്ലച്ചൊക്കെ ഗുഡായിട്ടുണ്ട്. ഞാനും കസ്റ്റമറും കൂടെ ഓടിച്ച വണ്ടിയാണ്. വന്നപ്പോൾ തന്നെ ഓടിച്ച് നോക്കിയതാണ്. ഫുൾ വർക്ക് തൃശ്ശൂരിൽ തന്നെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അധികം പണിയൊന്നുമില്ല, എന്നാലും സൗണ്ടുകൾ വരുന്നു. കസ്റ്റമറും കൂടെ ഞാനും കൂടെ ഓടിക്കുമ്പോൾ തന്നെ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു ഇന്ന പണികളുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് വിട്ട് തന്നാൽ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. നമുക്ക് നോക്കാം ഒന്നുകൂടെ. ഉള്ളിലും ഇൻറ്റീരിയറും ഗുഡായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പോളിസിൻ്റെ സീറ്റെല്ലാം ഉള്ളത് മാറ്റിയതാണ് അവർ. സെൻട്രൽ കൺസോളും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഏത് വണ്ടിൻ്റെയാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഗുഡായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റമർ പറഞ്ഞത് കംപ്ലൈൻറ്റ് സൗണ്ടിൻ്റെ കാര്യവും പിന്നെ എക്സ്ട്രാ പണികളും ലൈറ്റുകൾ കംപ്ലീറ്റ് മാറ്റണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഓട്ടോ ഗോൾഡിൻ്റെ ലൈറ്റാണ് ഉള്ളത്, അതൊക്കെ മാറ്റണം. പിന്നെ ഡിക്കി നേരത്തെ ചെയ്തതാണ്, പെയിൻ്റൊക്കെ അടിച്ചതാണ്. പക്ഷേ പുട്ടിയാണ് കൂടുതൽ. കസ്റ്റമർ പറഞ്ഞത് ഞാൻ നോക്കിയിട്ടില്ല. കസ്റ്റമർ പറഞ്ഞത് പുട്ടി ഒരുപാട് ആക്കിയിട്ടുണ്ട്. ലോക്ക് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടാണ്, സ്മൂത്തായിട്ട് പോകുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാം. മെക്കാനിക്കൽ പണിയും ഫുള്ളായിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് കസ്റ്റമർ. എന്തായാലും നമുക്ക് ഓടിച്ച് നോക്കാം എന്തൊക്കെ ഞാനും കസ്റ്റമർ കൂടെ ഓടിച്ചാണ്. നിങ്ങൾക്കും അറിയണമല്ലോ എന്താ കംപ്ലൈൻറ്റ് ഉള്ളതെന്ന്. അത് ഓടിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ലിഫ്റ്റിൽ കയറ്റിയിട്ടും കാണിച്ചു തരാം ഞാൻ. ഏകദേശം വണ്ടികളൊക്കെ ഉണ്ട്, വേറെ വണ്ടികളും ഉണ്ട് സാർക്ക്. പക്ഷേ കോളിസ് ഇഷ്ടം കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഏകദേശം 2,82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3 ലക്ഷം ആകാനായിട്ടുണ്ട്. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് നമുക്ക് നോക്കണം, ഇനി മാറ്റിയോ ഇല്ലയോ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ 3 ലക്ഷം ആകാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ടൈമിംഗ് ബെൽറ്റ് നോക്കണം, നോക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ മാറ്റണം. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും മൗണ്ടിൻ്റെയോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് കാലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഹീറ്റിങ് അത് ഗുഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, സ്റ്റാർട്ടിങ് അടക്കം ഉടനെ സ്റ്റാർട്ടായ ഹീറ്റർ പ്ലഗ് അടക്കം ഗുണമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പോയിട്ടുണ്ടെങ്കിലും സ്റ്റാർട്ടിങ് ഡിലേ വരും. ഒന്ന് നോക്കാം. കുഴപ്പമില്ല, ഗുഡാണ്. അതുപോലെ മിടുപ്പ് ഉണ്ട്. എൻജിൻ മൗണ്ട് മാറ്റണം. എന്താണ് വൈബ്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സൈലൻസറിൻ്റെ സൗണ്ട് ഉണ്ട്. കേട്ടില്ല നീ? ബാക്കിൽ ഒരു മിടുപ്പ് ഉണ്ട്, അത് സൈലൻസറിൻ്റെ സൗണ്ടാണ്. അത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്, സൗണ്ടുകളുണ്ട്, നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വൈബ്രേഷനും ഉണ്ട്. നമുക്ക് ക്ലച്ച് സ്മൂത്താണ് കേട്ടോ. ഞാൻ അന്നൊക്കെ കാണിച്ചു തന്നില്ല. അതേപോലെ ഒരു ബെൽ തൊട്ടാൽ തന്നെ റിലീസായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്ലച്ചിൻ്റെ ബുദ്ധിമുട്ടില്ല. കിലോമീറ്റർ ആയിട്ടുണ്ട്. നമുക്ക് ടൈമിംഗ് ബെൽറ്റ് എന്തായാലും മാറ്റണം. കിലോമീറ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമർ പറഞ്ഞത് ഓവർ റൈസിങ് വരുന്നു എന്നാണ്. അതുപോലെ തന്നെ ഓവർ റൈസിങ് ഉണ്ട്. അതിൽ നമുക്ക് ചെയ്യാനുള്ളത് പമ്പിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി, ക്ലിയർ ആയിരിക്കും. AC ഓഫാക്കുമ്പോഴും എനർജി കൂടുതലാണ് വരുന്നത്. ഒരു 900-1000 അടുത്ത് വരുന്നുണ്ട്. അതുപോലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതൊന്ന് ട്യൂൺ ചെയ്ത് വെച്ചാൽ മതി. AC ഇടുമ്പോൾ ഒരുപാട് സൗണ്ട്, നമ്മളൊരു 1200-1100 സൗണ്ട് വരുന്നുണ്ട് ഇതിനകത്ത്. അതും ഒന്ന് ക്ലിയർ ചെയ്യണം. വണ്ടി എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ തന്നെ എന്താ പ്രശ്നം എന്നുള്ളതൊക്കെ അറിയുള്ളൂ. സ്ട്രേഡിങ് ഒക്കെ യോക്കൊക്കെ കംപ്ലീറ്റ് റിലീസാണ്, കുഴപ്പമില്ല. മിടുപ്പോ ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക ഒന്നും ചെയ്യുന്നില്ല, കറക്റ്റാണ്. ചെറിയ കംപ്ലൈൻറ്റ് കൊണ്ട് വന്നതാണ് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക്. നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ ഇപ്പോൾ ഓടിക്കുമ്പോൾ അധികം സൗണ്ടൊന്നും കിട്ടില്ല. അത് നമ്മൾ ലിഫ്റ്റിൽ കയറ്റിയിട്ട് തന്നെ ഓടിക്കണം. കോളിസ് ആയതുകൊണ്ട് ബിയർ ബാരിങ് പോയിട്ടുണ്ടെങ്കിൽ ആ സൗണ്ട് നേരെ കിട്ടും. ഇന്നോവയ്ക്ക് കിട്ടില്ല. കോളിസിന് മെയിൻ റോഡിൽ ഓടിക്കുമ്പോൾ തന്നെ ബാരിങ്ങിൻ്റെ സൗണ്ട് ഉടനെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കാല് വെക്കുന്നുണ്ടല്ലോ, ആ ഭാഗത്തുനിന്നും ഒരു മിടുപ്പ് പോലെ തരിപ്പ് പോലെ സൗണ്ട് കേട്ടുകൊണ്ടേയിരിക്കും. ബാരിങ് പോയിട്ടുണ്ട് ഒന്ന്, പിന്നെ സ്റ്റാർട്ട് ജോയിൻറ്റും പോയിട്ടുണ്ട്.
എഴുതുമ്പോൾ ബാക്കിൽ എഴുതിട്ടാ വീൽ ഫ്രണ്ട് വീൽ ബെയറിങ് സ്റ്റാർ ജോയിൻറ്റ് ഇത് രണ്ടും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓഫ് റോഡിലൊന്ന് ഓടിക്കാം. ഞാൻ കസ്റ്റമറോട് ഓടിച്ചതാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. എന്നാലും വണ്ടി പണിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണമല്ലോ എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട് എന്താണെന്നുണ്ടോ. ഓടിക്കുമ്പോൾ സൗണ്ട് ഉള്ളത് ഒന്ന് സൈലൻസറിൻ്റെ സൗണ്ട് ഉണ്ട്, പിന്നെ ബാക്ക് സീറ്റിൻ്റെ സൗണ്ട് വരുന്നുണ്ട്, അതിൻ്റെ ബാക്ക് ഡിക്കിയിലുള്ള ഹിഞ്ചസ് ഉണ്ടല്ലോ അതിൻ്റെ സൗണ്ടും വരുന്നുണ്ട്. ഫ്രണ്ടിൽ അധികം സൗണ്ട് കേൾക്കുന്നില്ല ഓടിക്കുമ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് ലിഫ്റ്റിലിട്ട് നോക്കണം. ഒരു മിടുപ്പ് പോലെ സൗണ്ട് മാത്രം വരുന്നുണ്ട്, ചെറുതായിട്ട്, വലുതായിട്ടില്ല. വണ്ടി റിയലാണ്. അവിടെ പണി ചെയ്തത് കൊണ്ടായിരിക്കും തോന്നണം ഇത്രയും റിയലായിട്ട് നിൽക്കുന്നത്. തൃശ്ശൂർ എല്ലാ പണികളും ചെയ്തതാണ് അവർ. എന്തായാലും നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. വയ്ക്കുമ്പോൾ അധികം കംപ്ലൈൻ്റ് ആയിട്ട് തോന്നുന്നില്ല. ബോൾ ജോയിൻറ്റ് അടക്കം സൗണ്ട് വരുന്നില്ല. ടൊയോട്ടയ്ക്ക് അങ്ങനെയാണ്, ഓടിക്കുമ്പോൾ അധികം കിട്ടില്ല, ചെക്ക് ചെയ്താലേ കിട്ടുള്ളൂ. അതേപോലെ കംപ്ലൈൻറ്റ് ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ലിഫ്റ്റ് കയറ്റിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അറിയും നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ. എന്തായാലും ഇപ്പോൾ ഉള്ളത് ഓടിക്കുമ്പോൾ കിട്ടിയത് എൻജിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട്, അതേപോലെ തന്നെ ബുഷ്, ഗിയർ ലിവറിൻ്റെ ബുഷ് മാറ്റണം, വീൽ ബെയറിങ്ങും മാറ്റണം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഡിക്കിയിലെ സൗണ്ട് അതൊക്കെ മെക്കാനിക്കൽ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ ലൈറ്റുകൾ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ. എക്സ്ട്രാ പണിയുണ്ട് ഇതിനകത്ത്. എന്തായാലും മെക്കാനിക്കൽ വർക്ക് ഫുള്ളായിട്ട് നോക്കിയിട്ട് കസ്റ്റമർക്ക് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ വർക്കും തുടങ്ങും. കണ്ടില്ലേ, എൻജിൻ്റെ നോയ്സ് RPM കൂടുതലാണ്. സൗണ്ട് കണ്ടില്ലേ, ഒരുപാട് സൗണ്ട് ഉണ്ട്. എടാ AC ഒന്ന് ഓഫാക്ക്. AC ഓഫാണ്, എന്നാലും RPM കൂടുതലാണ്, നോയ്സ് വരുന്നുണ്ട്. അത് ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ അധികം അവർക്ക് സൗണ്ട് കേട്ടാൽ തന്നെ അധികം ബുദ്ധിമുട്ടുള്ള തോന്നും. അതുപോലെ തന്നെ ഇതിൻ്റെ വാൾ ഓഫാക്കടാ. ഓഫ് വണ്ടി എൻജിൻ ഓഫ്. ഇതിൻ്റെ വാൾ കവർ പാക്കിംഗ് അടക്കം പോയിട്ടുണ്ട് ഗുഡായിട്ട്. അത് ഇടുകയാണെന്നുണ്ടെങ്കിലും ഒറിജിനൽ തന്നെ ഇടണം, ഇല്ലാന്നുണ്ടെങ്കിൽ ലീക്ക് വീണ്ടും വരും. ഒറിജിനൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 3 ലക്ഷം 4 ലക്ഷം ഇനി പറയാൻ പറ്റില്ല, അതുപോലെ ലീക്ക് ഉണ്ടാവില്ല. കസ്റ്റമറെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ. ഞാനിപ്പോഴാണ് ജോബ് കാർഡ് നോക്കുന്നത്. സൈലൻസർ സൗണ്ട് ഒന്ന്, പിന്നെ സ്റ്റെയറിംഗ് തിരിക്കുമ്പോൾ ഒരു സൗണ്ട് വരുന്നുണ്ട്. അത് എനിക്കും വന്നു നോക്കുമ്പോൾ തന്നെ. അത് വന്നിട്ട് ഹോൺ പാഡ് ഉണ്ടല്ലോ, അത് മുട്ടിയിട്ടാണ് സൗണ്ട് വരുന്നത്. ഹോൺ അടിക്കുമല്ലോ നമ്മൾ, അതിൻ്റെ ഒരു ലെഗ് ഉണ്ട്, അത് വന്ന് മുട്ടിയിട്ടാണ് സൗണ്ട് വരുന്നത് ഒന്ന്. പിന്നെ മറ്റേ വൈബ്രേഷൻ, അത് ഞാൻ പറഞ്ഞല്ലോ എൻജിൻ മൗണ്ടിൻ്റെ പ്രോബ്ലം ആണെന്നുള്ളത്. അതേപോലെ തന്നെ ഡിക്കി മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബീഡിങ്ങും എല്ലാ ബീഡിങ്ങുകളും മാറ്റണം, അതും ഗുഡായിട്ടുള്ള ബീഡിങ് തന്നെ മാറ്റണം. കസ്റ്റമർ പറഞ്ഞതാണ് കേട്ടോ. ലൈറ്റ് ഒറിജിനൽ റീപ്ലേസ് എന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഹെഡ്ലൈറ്റ് അതേപോലെ എല്ലാ ലൈറ്റുകളും ഗുഡായിട്ടുള്ളത് മാറ്റണം. ഡിക്കിൻ്റെ ഷോക്കും മാറ്റണം, അതും പറഞ്ഞിട്ടുണ്ട് സാർ. അത്രയും കംപ്ലൈൻ്റാണ് സാറ് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ലിഫ്റ്റിൽ കയറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കാം. നോക്കിയിട്ട് എന്തൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്യാം. പിന്നെ മറ്റേ സീറ്റ് വന്നിട്ട് ഫ്രണ്ടിലും ബാക്കിലും വേറെ ഏതോ ബ്രാൻഡാണ് ഇട്ടിരിക്കുന്നത്. സീറ്റ് കവറടക്കം ഗുഡായിട്ടുണ്ട് കേട്ടോ, കാണുമ്പോൾ തന്നെ ഒരു ചേലുണ്ട്. പിന്നെ ബാക്കിലെ സീറ്റ് വന്നിട്ട് നമ്മുടെ മിഡിൽ സീറ്റ് ഉണ്ടല്ലോ, അതാണ് ബാക്കിൽ സീറ്റ് മാറ്റിയിരിക്കുന്നത്. ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ബീഡിങ് ഒക്കെ മാറ്റണം, ഒറിജിനൽ തന്നെ ഇടണം. ഇതൊക്കെ ഹാർഡാണ്. അതേപോലെ തന്നെ ഈ ബീഡിങ്ങുകളും മാറ്റണം. എല്ലാം കസ്റ്റമർ പറഞ്ഞിട്ട് നമുക്ക് മാറ്റാം. നോക്കുമ്പോൾ വീൽ ബെയറിങ് പോയിട്ടുണ്ട്, മിഡിലാണ് നിർത്തിയിരിക്കുന്ന വണ്ടി. ഇനിയിപ്പോൾ നമുക്ക് ടോപ്പ് ആക്കണം. വീൽ ബെയറിങ് ഒന്ന് ഇതാക്കുമ്പോൾ തിരിക്ക്. വീൽ ബെയറിങ് ഈ സൈഡ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ടയർ ഒരു വ്യത്യാസം പോലെയാണ് തിരിയുന്നത്. അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടല്ല, ഡൗൺ ആകുന്നുണ്ട്, പോകുന്നുണ്ട്. ഇപ്പുറത്താക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ബിഗ് ആയിട്ട് പോയിട്ടുണ്ട് വീൽ ബെയറിങ്. അതാണ് നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ സൗണ്ട് വന്നത്.
സ്റ്റിയറിങ്ങോ ബോൾ ജോയിൻ്റ് നോക്ക്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് കുഴപ്പമുണ്ടോ? ഇല്ല. ആ ബോൾ ജോയിൻ്റ് കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഒന്ന് നോക്കുമ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ ഷെയറിങ്ങിൻ്റെ ബോൾ ജോയിൻ്റ് കുഴപ്പമില്ല, എൻഡും കുഴപ്പമില്ല. നമുക്ക് മെയിനായിട്ടുള്ളത് വീൽ ബെയറിങ്. ഇനി പൊക്കിയിട്ടൊന്ന് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ തന്നെ ലിങ്ക് റോഡ് നമുക്ക് ഒന്നുകൂടെ അഴിച്ചിട്ട് നോക്കാം. ലിങ്ക് റോഡല്ല, എൻഡ് ടൈ റോഡ് എൻഡ് അത് ബൂട്ടടക്കം പോയിട്ടുണ്ട്. വെള്ളം കയറി കഴിഞ്ഞാൽ വീണ്ടും ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. ഒരു സൈഡ് ഈ സൈഡ് നോക്കണം നമ്മൾ. എന്തായാലും വീൽ ബെയറിങ് മാറ്റുമ്പോൾ നമ്മൾ ഹബ്ബ് അഴിക്കുമല്ലോ, അപ്പോൾ പിന്നെ ഒന്നുകൂടെ നോക്കാം. അതുപോലെ ലിങ്ക് റോഡ് പൊട്ടി നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു സി ടൈപ്പ് ക്ലാമ്പ് വരുന്നുണ്ട്, അത് പൊട്ടി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സൈഡ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സാധനം മാറ്റണം, എന്നാൽ തന്നെ ക്ലിയർ ആവുള്ളൂ. ഓടിക്കുമ്പോൾ സൗണ്ടൊന്നും ഇല്ല, എന്നാലും മാറ്റണം. അതേപോലെ ഷോക്ക് കംപ്ലൈൻറ്റ് തോന്നുന്നില്ല. മൈനസ് കൊണ്ടടാ, ഷോക്ക് കുഴപ്പമില്ല, ഗുഡാണ്. വീൽ പാഡ്, ബ്രേക്ക് പാഡ് ഏകദേശം ഡൗൺ ആണ്. നമുക്ക് ഹബ്ബ് അഴിച്ചിട്ട് നോക്കാം എന്താ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ യോക്കിൻ്റെയോ ഇൻ്റർമീഡിയറ്റിൻ്റെയോ കുഴപ്പമില്ല. എൻജിൻ മൗണ്ട് എന്തായാലും മാറ്റേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഓടിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗിയർ ബോക്സ് മൗണ്ടും ഇട്ടിട്ടുണ്ട്, ഒറിജിനലല്ല ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എൻജിൻ മൗണ്ടും മാറ്റിയ പോലെ ഫീലിംഗ് ഉണ്ട്, പക്ഷേ ഒറിജിനലല്ല. ഒറിജിനൽ ഇട്ടാൽ തന്നെ ഏകദേശം ഗുണം വരുള്ളൂ. ഇല്ലാണ്ടെങ്കിൽ വേറെ ബ്രാൻഡിന് എടുത്ത ഗുണമാണ്, പക്ഷേ അത്രയും സൗണ്ട് ഉണ്ടാവില്ല. തരിപ്പ് വന്നുകൊണ്ടേയിരിക്കും. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ക്യാബിനടക്കം സൗണ്ടാണ്. അത് എൻജിൻ മൗണ്ട് BAR അതർ ബ്രാൻഡ് ഇട്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ആ തരിപ്പ് വരുന്നത്. ഇടുമ്പോൾ ഒറിജിനൽ തന്നെ ഇടണം, അപ്പോൾ ഗുണമാകും. ചാർജ് ജോയിൻറ്റും പോയിട്ടുണ്ട്. ഓടിക്കുമ്പോൾ തന്നെ കിട്ടിയതാണ് എനിക്ക്. നേരത്തെ അവർ ഗിരീസ് അടക്കം ഇട്ടിട്ടുണ്ട്, എന്നാൽ സൗണ്ട് ഇതുപോലെ സൗണ്ടും ഉണ്ട് ഇതിനകത്ത്. സ്റ്റൈനർസർ പൊട്ടി നിൽക്കുകയാണ്, അതുകൊണ്ടാണ് സൗണ്ട് വന്നത്. ഇത് വന്നിട്ട് ബോഡിയിൽ ടച്ച് ആവും, അതുകൊണ്ടാണ് സൗണ്ട് വന്നത്. കണ്ടില്ലേ, അത് പൊട്ടി നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് സെറ്റർ കൂടെ വെക്കണം. ഇവിടെ നമുക്ക് വെൽഡ് ചെയ്തിട്ടും കാര്യമില്ല. നേരത്തെ വെൽഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നും, കണ്ടില്ല, വെൽഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അത് ചെയ്തിട്ടും കാര്യമില്ല, ഫുള്ളായിട്ട് മാറ്റണം. അതും ഒറിജിനൽ തന്നെ ഇടണം. അത് പോളിമാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഇടുന്നതാണ് ബെസ്റ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതടക്കം ലോക്കൽ സാധനമാണ്, അത് ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് പോളിമാർക്കറ്റിൽ പോയിട്ട് ഗുഡായിട്ടുള്ള സൈലൻസർ മേടിച്ചിട്ട് ഇടുന്നതാണ് ബെസ്റ്റ്. അതുപോലെ തന്നെ ബാക്കിലെ ഷോക്കും പോയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്, അത് മാറ്റി തന്നെ വേണം. ഷോക്ക് ലീഫിൻ്റെ ബുഷ് എങ്ങനെ ഉണ്ടടാ നോക്കിയാ? ഇവിടെ അല്ലേ, ലീഫ് ബുഷും മാറ്റണം. ഇത് കൊണ്ടുവരാ, ലീഫിൻ്റെ ബുഷ് കിറ്റും മാറ്റണം. ഇതുണ്ട്, അങ്ങനെ പൊട്ടി നിൽക്കുകയാണ്. അതിനകത്ത് ബോൾട്ട് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഷെയ്ക്ക് വരുന്നുണ്ട്. നേരെ ഇപ്പുറത്ത് കുഴപ്പമില്ല, എന്നാൽ സെറ്റോടെ കൂടെ മാറ്റുന്നതാണ് ഗുണം. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും മാറ്റി തന്നെ വേണം ബുഷ് കിറ്റ്. എൻ്റെ ഫ്രണ്ട് ബോൾ ജോയിൻറ്റും ഷേക്ക് ഉണ്ട്, കയ്യിൽ അങ്ങനെ കിട്ടുന്നില്ല, എന്നാലും കണ്ണോട് നോക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അത് ഷേക്ക് ആവുന്നുണ്ട്. അതിൻ്റെ സൗണ്ടില്ല രണ്ട് സൈഡും, അത് മാറ്റി തന്നെ വേണം. ഇത് മാറ്റുമ്പോൾ അപ്പറാം ബോൾ ജോയിൻറ്റും മാറ്റണം. അതേപോലെ ഫ്രണ്ടിലെ ഷോക്കും ലീക്ക് ഉണ്ട്, അത് മാറ്റണം സെറ്റോടെ കൂടിയിട്ട്. ലീക്കും വരുന്നുണ്ട്, എൻജിൻ ഓയിൽ ലീക്കും വരുന്നുണ്ട്. അത് ടോപ്പിലായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ടൈമിംഗ് ബെൽറ്റ് അഴിക്കണമല്ലോ, നോക്കണമല്ലോ എങ്ങനെ ഇരിക്കുന്നുള്ളത് നോക്കണമല്ലോ. അതുപോലെ തന്നെ ടൈമിംഗ് ബെൽറ്റ് മാറ്റുമ്പോൾ ഈ ബെൽറ്റുകളും ഒറിജിനലല്ല ഉള്ളത്, അതുകൊണ്ട് എല്ലാ ബെൽറ്റും ഒറിജിനൽ തന്നെ ഇടണം. ഷെയറിങ്ങിൻ്റെ, ഏസിൻ്റെ, അതേപോലെ ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് ഒറിജിനൽ തന്നെ ഇടണം. ഇത് വേറൊരു ബ്രാൻഡിൻ്റെയാണ് ഉള്ളത്, അത് വേണ്ട. മാറ്റിയാൽ തന്നെ ഒന്നുകൂടെ ഗുണം വരുള്ളൂ.
ഓടിക്കുമ്പോൾ അത്രയും കംപ്ലൈൻറ്റ് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ ഇതുപോലെ ചെക്ക് ചെയ്താൽ തന്നെ എന്തൊക്കെ പ്രശ്നമുള്ളത് നമുക്ക് കാണുള്ളൂ. അത് ഓടിക്കുമ്പോൾ അധികം സൗണ്ട് ഉണ്ടായിരുന്നില്ല, ഒരു കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞതടക്കം. പക്ഷേ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഓരോരോ ബുദ്ധിമുട്ടുണ്ട്. അത് എന്തായാലും നമ്മൾ ചെക്കപ്പ് ചെയ്താൽ തന്നെ നമുക്ക് എല്ലാ കംപ്ലൈൻറ്റും അറിയുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഡിസ്ക് റോട്ടറും കംപ്ലൈൻ്റ് ആണ്, മൈനസായിട്ടാണ് നിൽക്കുന്നത് 2 സൈഡും. അതും മാറ്റണം, പാഡും മാറ്റണം. പാഡ് നോക്കുമ്പോൾ തന്നെ ഒരു 5000 കിലോമീറ്റർ ഓടും. പക്ഷേ റോട്ടർ മാറ്റുമ്പോൾ പാഡും കൂടെ മാറ്റുന്നതാണ് ബെസ്റ്റ്. ആദ്യം നമുക്ക് എൻജിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും മാറ്റാം. ഒറിജിനൽ തന്നെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്, അത് മാറ്റിവിടാം. എൻജിൻ മൗണ്ട് വന്നിട്ട് 3780 രൂപ വരുന്നുണ്ട്. 3780 രൂപ. അതും അതേ റേറ്റ് തന്നെ. ചിലത് വന്നിട്ട് വ്യത്യാസം വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അത് 80 ആയിരിക്കും, ചിലപ്പോൾ 90 ആയിരിക്കും, ചിലപ്പോൾ 40 ആയിരിക്കും. വില വ്യത്യാസം വരും. എൻജിൻ മൗണ്ട് ഒറിജിനൽ തന്നെ ഇടണം, എന്നാൽ തന്നെ കുറച്ചുകൂടെ ഗുണം വരുള്ളൂ. അതർ ബ്രാൻഡും കിട്ടാനുണ്ട്, പക്ഷേ അത് ഇടുന്നത് കൂടെ ബെറ്ററാണ് ഒറിജിനൽ ഇടുന്നത്. അതുപോലെ ഗിയർ ബോക്സ് മൗണ്ട് വന്നിട്ട് 6816, അതും ഒറിജിനൽ തന്നെ ഇടുന്നത് നമുക്ക്. എൻജിൻ മൗണ്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഉണ്ടായിരുന്നത് പുതിയതാണ്, ഞാൻ പറഞ്ഞില്ല, BIR ആണ് ഉള്ളത്. അത് ഡാമേജ് അങ്ങനെ ആയിട്ടില്ല, എന്നാലും ഒരു പൊട്ടൽ പോലെ വന്നിട്ടുണ്ട്. പക്ഷേ വണ്ടി തരിപ്പ് കൂടുതലാണ്. അത് ഏകദേശം ഒറിജിനൽ കിട്ടാവുന്ന സാധനമൊക്കെ ഒറിജിനൽ ഇട്ടാൽ തന്നെ ഒന്നുകൂടെ ഗുണം വരുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒറിജിനലാണ് ഇട്ടിരിക്കുന്നത്. ഇനി വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ടാവും. സൈലൻസർ സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ടുണ്ട്, അതും ഒറിജിനൽ തന്നെയാണ്. അത് ഇടുന്നതാണ് ഗുണം. ഇത് ആകെ കംപ്ലീറ്റ് പൊട്ടിപ്പോയതാണ്, അതുകൊണ്ട് ഇതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് നമ്മൾ വേറെ മേടിച്ചിട്ടുണ്ട്. പൊളിങ് മാർക്കറ്റിനാണ് മേടിച്ചത്. അത് വെഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട, ഒറിജിനൽ തന്നെ മേടിച്ചിരിക്കുകയാണ്. ഇത് ഇട്ടാൽ മാത്രം മതി. അതല്ല, ഈ സൈഡാണ് പൊട്ടിപ്പോയത്, ഈ ഭാഗത്തിലാണ് പൊട്ടിയത്. അതിപ്പോൾ മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പുതിയത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്നത്. ഇതിൻ്റെ വാൾ കവർ പാക്കിംഗ് മാറ്റണം. വാൾവ് ഓയിൽ സീലും പോയിട്ടുണ്ട്, ഇതിനകത്ത് ഡാമേജാണ്. അതും ഒറിജിനൽ തന്നെ ഇടണം. നമ്മൾ ഒറിജിനൽ ഇട്ടാൽ തന്നെ വീണ്ടും ലീക്ക് വരാതിരിക്കുള്ളൂ. അതർ ബ്രാൻഡ് കിട്ടും, അത് ഇടണ്ട, അതിൻ്റെ ലീക്കും വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്രാങ്ക് ഓയിൽ സീലും കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും ലീക്ക് വരുന്നത്. അതും മാറ്റണം. ബോൾ ജോയിൻ്റ് കുഴപ്പമില്ല, മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ ബുഷ്കിറ്റ് കംപ്ലീറ്റായിട്ട് പൊട്ടിയാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? അപ്പുറം 2 സൈഡും പൊട്ടിയാണ് നിൽക്കുന്നത്. 2 സൈഡും മാറ്റണം. ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ട്, പൊട്ടിയാണ് നിൽക്കുന്നത്. ലോഗാം അധികം ഒരു ക്രാക്ക് മാത്രമുണ്ട്, പൊട്ടി നിൽക്കുന്നില്ല, ക്രാക്ക് മാത്രമുണ്ട്. മാറ്റുമ്പോൾ സെറ്റായിട്ട് മാറ്റുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ. ബോൾ ജോയിൻ്റ് മാറ്റണ്ട, ബാക്കിയുള്ള ബോൾ ജോയിൻ്റ് പോയിട്ടുണ്ടോ? ഒരെണ്ണം മാത്രം അല്ലേ? അതോ 2 സൈഡും പോയിട്ടുണ്ട് അല്ലേ? അപ്പുറം കുഴപ്പമില്ലല്ലോ. നോക്കിയതാണ് ഞാൻ. അപ്പുറം മാറ്റണ്ട. ലോവർ ആം ബോൾ ജോയിൻ്റ് മിടുപ്പുണ്ട്, എന്തായാലും മാറ്റം തന്നെ വേണം. പിടിക്ക്. ചെറുതായിട്ടല്ല, വലിയ മിടുപ്പുണ്ട്. ലോവർ ആം മാറ്റണം. അപ്പുറം ബോൾ ജോയിൻ്റ് കുഴപ്പമില്ല, അത് തന്നെ ഇടാം, കുഴപ്പമില്ല. കംപ്ലീറ്റ് സാധനം വന്നിട്ടുണ്ട്, ഒറിജിനലാണ് വന്നിരിക്കുന്നത്. വാൾ കവർ പാക്കിങ് ഒറിജിനലാണ്. അത് വന്നിട്ട് 2171 രൂപ വരുന്നുണ്ട് ഒറിജിനൽ. അതേപോലെ തന്നെ ക്രാങ്കിൻ്റെ സീല്, അടിയിലുള്ള സീൽ, അതും ഒറിജിനലാണ്. അത് 978 രൂപ വരുന്നുണ്ട്. ക്യാമിൽ വരുന്ന ഓയിൽ സീലും വന്നിട്ടുണ്ട്, ഒറിജിനലാണ്. പക്ഷേ നമ്പർ മാത്രമേ ഉള്ളൂ, ഒറിജിനലാണ് വന്നിരിക്കുന്നത്. അത് ആ സ്പ്രിങ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്.
ഒറിജിനലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് 700 ചില്ലാൻ രൂപയാണ് വന്നിരിക്കുന്നത് ഉള്ളത് കേട്ടോ. അതിന് നോക്കണം. പിന്നെ ഫാൻ ബെൽറ്റ് ഒറിജിനൽ വന്നിട്ടുണ്ട്. ഇത് ഏസിൻ്റെ ബെൽറ്റ് അത് വന്നിട്ട് 773 രൂപ. പിന്നെ സ്റ്റെയറിങ്ങിൻ്റെ ബെൽറ്റ് വന്നിട്ട് 552 രൂപ വരുന്നുണ്ട്. പിന്നെ ഓൾട്ടർനേറ്റർ ബെൽറ്റ് അതും ഒറിജിനൽ തന്നെ 1357 രൂപ വരുന്നുണ്ട്. ഇത്രയും സാധനം ഒറിജിനൽ വന്നിട്ടുണ്ട്. ഇഞ്ച് മൗണ്ടും നമ്മൾ OEM ഇട്ടിരിക്കുന്നത്. ഗിയർ ബോക്സ് മൗണ്ട് ഒറിജിനൽ തന്നെ, സൈലൻസറും ഒറിജിനൽ തന്നെ. ഒറിജിനൽ കിട്ടാവുന്ന സാധനം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒറിജിനൽ തന്നെ ഇടുകയുള്ളൂ. പിന്നെ ബുഷ് കിറ്റ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ബോൾ ജോയിൻറ്റും ഒറിജിനൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ അതർ ബ്രാൻഡ് ഇടും. അത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. സീലും അതുപോലെ ഓയിൽ ലീക്ക് വരുന്ന സാധനങ്ങളുണ്ടല്ലോ, എഞ്ചിൻ മൗണ്ട്, അതൊക്കെ ഇട്ടാൽ തന്നെ ഗുണം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മെക്കാനിക്കൽ ജോബ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് ഫിറ്റിംഗ് ഉണ്ട്. ലൈറ്റുകൾ ഫിറ്റ് ചെയ്യണം, ഹെഡ് ലൈറ്റ് ഫിറ്റ് ചെയ്യണം, ബാക്കിൽ ലൈറ്റ് ഒറിജിനൽ ഫിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള വർക്കെല്ലാം ഉണ്ട്. ഇപ്പോൾ മെക്കാനിക്കൽ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റും മാറ്റിയിട്ടുണ്ട് ഞാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നിൽക്കുമ്പോൾ തന്നെ ഈ സൈഡ് ഇങ്ങനെയാണ് നിൽക്കുക. ഫ്രണ്ടിൽ ഇങ്ങനെ ഉള്ള വണ്ടി ഇങ്ങനെ നിൽക്കും. അത് എല്ലാം ഞാൻ ആക്കിയിട്ട് 71 വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. എന്നാൽ തന്നെ വണ്ടി കാണുമ്പോൾ തന്നെ ഒരു ചേലുണ്ടാവുകയുള്ളൂ. അതേപോലെ റെയിലായിട്ട് നിൽക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഇങ്ങനെ നിൽക്കും, ബാക്ക് പൊങ്ങി നിൽക്കും. അത് മാറ്റിയിട്ട് റെയിലായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് പൊക്കിയിട്ടില്ല ഞാൻ, അത് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് ഞാൻ. ഇവിടെ തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു ഹൈറ്റ് കൂടിയ പോലെ തോന്നും. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. വണ്ടി ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഒരു ചേലുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ നിൽക്കും. അത് സൈസ് മാറ്റിയിട്ട് ഞാൻ റെയിലായിട്ട് എങ്ങനെയുണ്ടോ അതേപോലെ സൈസിന് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കംപ്ലൈൻറ്റ് മൊത്തം മാറ്റിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ പണികൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചിട്ട് ഒറിജിനൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് 3 ബെൽറ്റും, ഏസിൻ്റെയും ഓൾട്ടർനേറ്ററിൻ്റെയും പിന്നെ സ്റ്റെയറിങ്ങിൻ്റെയും ബെൽറ്റ് ഒറിജിനൽ തന്നെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ. അത് ടൈം ബെൽറ്റ് നോക്കി കുഴപ്പമില്ല. അതുകൊണ്ട് ടൈം ബെൽറ്റ് മാറ്റിയിട്ടില്ല. അഴിച്ചു നോക്കിയതാണ്, ഫുള്ളായിട്ട് അഴിച്ചു നോക്കിയതാണ്. പിന്നെ അതിൻ്റെ സീലുകൾ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. മുകളിൽ താഴെയുള്ളത് ക്രാങ്കും അതേപോലെ തന്നെ ടോപ്പിലും ലീക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ സീലും ഒറിജിനൽ തന്നെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ആദ്യം നമ്മൾ ചെയ്തത് വീൽ ബെയറിംഗാണ് ചെയ്തത്. ഇനിയിപ്പോൾ ആ വീൽ ബെയറിങ്ങിൻ്റെ സൗണ്ട് ഉണ്ടാവും നോക്കണം വെച്ചത് തന്നെ. അതിൽ ഒരു 5000 കിലോമീറ്റർ സർവീസിന് വരുന്നുണ്ട്, ചെക്കപ്പിന് വരുന്നുണ്ട്. അതിൻ്റെ നെട്ടടക്കം, വീൽ ബെയറിങ്ങിൻ്റെ നെട്ടടക്കം ഒന്നുകൂടെ ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ സൗണ്ടേ ഇല്ല, കറക്റ്റാണ്. പാഡിൻ്റെ സൗണ്ട് മാത്രം ചെറുതായിട്ട് വരുന്നുണ്ട്. അത് കുഴപ്പമില്ല, അത് എല്ലാ വണ്ടിക്കും വരുന്നതാണ്. ബെയറിങ്ങിൻ്റെ സൗണ്ട് ഇല്ല. ആ സൈഡ് ഈ സൈഡാണ്, ലെഫ്റ്റ് സൈഡാണ് അധികം സൗണ്ട് വന്നത്. ഇപ്പോൾ റിയലാണ്. എന്തായാലും ഒരു 5000-10,000 കിലോമീറ്ററിന് ഒന്നുകൂടെ ആ നെറ്റ് മാത്രം ഒന്ന് ടൈറ്റ് ചെയ്ത് വിടണം. എന്നാൽ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പ്ലേ അടക്കം ഉണ്ടാവും. അത് പോളിസിന് വരുന്നതാണ്. പോളിസിനും ടവേരയ്ക്കും വീൽ ബെയറിങ് മാറ്റിയിട്ട് ഓടിച്ചാലും ഒരു 10,000 കിലോമീറ്ററിൽ ഒന്നുകൂടെ നെറ്റ് ഒന്ന് ടൈറ്റ് ചെയ്യണം. എന്നാൽ തന്നെ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ പ്ലേ ഒന്നുമില്ല. ഇനി മറ്റുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ബോൾ ജോയിൻറ്റ് മാറ്റിയത് ഞാൻ കാണിച്ചു തന്നല്ലോ. അതേപോലെ തന്നെ ബുഷ് കിറ്റും അതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഷോക്കും മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് 2 സൈഡും ഒന്ന് പൊക്കുമേനെ വണ്ടി 2 സൈഡും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ബുഷ് കിറ്റ് മാറ്റുമ്പോൾ ഇതുപോലെ നിൽക്കണം, സൈസിൽ നിൽക്കണം. കാണിച്ചു തരാം, കണ്ടില്ലേ? ഈ സൈസിൽ തന്നെ നിൽക്കണം. ഡൗൺ ആയിക്കഴിഞ്ഞാൽ അറിയാം അത് പൊട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ റിയലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അത് ആദ്യം നോക്കേണ്ടത് അതാണ്. ലെവല് കറക്റ്റാണോ എന്ന് നോക്കണം. കണ്ടില്ലേ? അത് ഡൗൺ ആയാൽ, ഇല്ലെങ്കിൽ പൊങ്ങി നിന്നാൽ ഡൗൺ ആയാൽ അത് ബുഷ് പോയിട്ടുണ്ടാവും. ബുഷിൻ്റെ കാര്യങ്ങളടക്കം ഞാൻ അഴിക്കുമ്പോൾ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ മാറ്റിയത് എൻഡല്ല മാറ്റിയത്, എൻഡ് 2 മാറ്റിയിട്ടുണ്ട്. അലൈൻമെൻറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഇനി കൊടുക്കണം അല്ലേ? അലൈൻമെൻറ്റിന് കൊടുക്കണം. അത് 2 എൻഡ് മാറ്റിക്കഴിഞ്ഞാൽ എന്തായാലും അലൈൻമെൻറ്റിന് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ
ബുദ്ധിമുട്ട് വരും. അത് മാറ്റിയിട്ടുണ്ട്, 2 എൻഡും മാറ്റിയിട്ടുണ്ട്, ലിങ്ക് റോഡും മാറ്റിയിട്ടുണ്ട്, ബുഷ് കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ലോവർ ആം ഏതെണ്ണം മാറ്റിയത്? ഒരെണ്ണം മാത്രം. ബോൾ ജോയിൻറ്റ് ഒരെണ്ണം മാത്രം മാറ്റിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ലോവർ ആം ബോൾ ജോയിൻറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഷോക്കും മാറ്റിയിട്ടുണ്ട്. അത് ഗബ്രിൻ്റെയാണ് ഷോക്ക് ഇട്ടത്. അതുപോലെ തന്നെ ബുഷ് കിറ്റ് വരുമ്പോൾ ബ്രേക്ക് റോഡിൻ്റെ ബുഷും വരും, അതും മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് 2 സൈഡും മാറ്റിയിട്ടുണ്ട്. ഗ്യാപ്പ് അടക്കം കണ്ടില്ലേ? ഇതുപോലെ ഗ്യാപ്പ് വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മെറ്റനാണ്, ഇതും മെറ്റനാണ്. രണ്ടും കൂടെ ടച്ച് ആയി കഴിഞ്ഞാൽ സൗണ്ട് വന്നുകൊണ്ടേയിരിക്കും. അതങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ഡിസ്ക് റോട്ടർ മാറ്റിയിട്ടുണ്ട്, ഇതിനകത്ത് പുതിയത് ഇട്ടിട്ടുണ്ട്. TVSൻ്റെയാണ് ഇട്ടിരിക്കുന്നത്. അതൊക്കെ വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാഡും ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ലോവർ ആം ഒരെണ്ണം മാറ്റിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ലിങ്ക് റോഡ് മാറുമ്പോൾ അതിൻ്റെ ഒരു സി ക്ലാമ്പ് പോലെ ഒരു ക്ലാമ്പ് വരുന്നുണ്ട്, അതും മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ എൻജിൻ മൗണ്ട് ഒറിജിനൽ വെച്ചിട്ടുണ്ട്. ഗിയർ ബോക്സ് മൗണ്ടും ഒറിജിനൽ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റാർ ജോയിൻറ്റ് 2 എണ്ണവും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സൗണ്ടൊന്നും ഇല്ല, കറക്റ്റാണ്. ബാക്കിൽ ഇങ്ങനെ മുട്ടുമ്പോൾ തന്നെ സൗണ്ട് വരും. അത് റിയലായിട്ട് ഫിറ്റ് ചെയ്താൽ പിന്നെ സൗണ്ട് വരില്ല. പിന്നെ ഈ സൈലൻസർ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓടിച്ച് നോക്കാം. എല്ലാ പാഡുകളും മാറ്റിയിട്ടുണ്ട്. ലീഫിൻ്റെ പാഡ്, അതിൻ്റെ ബുഷ് കിറ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ സൗണ്ട് ഓടിക്കുമ്പോൾ സൗണ്ടൊന്നും വന്നില്ല. പക്ഷേ നമ്മൾ പൊക്കി നോക്കുമ്പോൾ ഫുള്ള് ചെക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഓടിച്ച് നോക്കുമ്പോൾ അതൊന്നും കിട്ടിയില്ല. പക്ഷേ ഇതുപോലെ ചെക്ക് ചെയ്താൽ ഇനിയിപ്പോൾ നമുക്ക് ഓടിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ കോളിസും അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, ഓടിച്ചുകൊണ്ടേയിരിക്കുക, അത്ര തന്നെ. എല്ലാ സാധനങ്ങളും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ട് വരില്ല. ഇതിൻ്റെ ബുഷും മാറ്റിയിട്ടുണ്ട്, പാഡുകൾ കംപ്ലീറ്റ് പാഡുകളും മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത്, ഉണ്ടല്ലേ. ആ പാഡ് ഇടുമ്പോൾ ഗ്രീസ് ഇട്ടിട്ട് ഇടണം, എന്നാൽ തന്നെ ഒരുപാട് തരിപ്പ് വരാതിരിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഗിറും സൗണ്ടും വരും, തരിപ്പും ഉണ്ടാവും, ആ പാഡും പൊട്ടിപ്പോകും. അത് ബാക്കിലുള്ള ഷോക്കും മാറ്റിയിട്ടുണ്ട്, അതും ഗബ്രിൻ്റെയാണ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ, ബുദ്ധിമുട്ട് വരുന്നുണ്ടോ, എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടെ നോക്കാം. നമുക്ക് വണ്ടി ഒന്ന് ഇറക്കിയിട്ട് ഓടിച്ച് നോക്കാം. വണ്ടിയുടെ എന്തൊക്കെ മാറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊക്കിയത്, ഞാൻ നോക്കിയത്. ഇനി ഡൗൺ ചെയ്തിട്ട് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അതിൻ്റെ പുള്ളിങ്ങും എങ്ങനെയുണ്ടെന്ന് നോക്കണം. ക്ലച്ചൊന്നും മാറ്റിയിട്ടില്ല. ക്ലച്ച് മാറ്റിയില്ലല്ലോ, ക്ലച്ചൊന്നും മാറ്റിയിട്ടില്ല. മൗണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. നമുക്ക് കയറിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. എൻ്റെ പരിപാടി എങ്ങനെയാണ്, ആദ്യം കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അത് സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു. അത് ഹീറ്റാവണം. ഹീറ്റാക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ട് വരുന്നുണ്ടോ വരുന്നില്ലയോ എന്നുള്ളത് നോക്കണം. അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. ഒന്നുമില്ല, ഒറ്റ അടിക്ക് പിടിക്കുന്നുണ്ട്, ഒരു സൗണ്ടും ഇല്ല അതിനകത്ത്. അത് കസ്റ്റമർ വന്നിട്ട് ഓടിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, കയറിയതും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് അറിയും വണ്ടി ഏത് ലെവലിൽ ഓടിക്കുകയോ വേണ്ട. അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അറിയാം അവർക്ക്. നമ്മൾ എൻജിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും എല്ലാ കാര്യങ്ങളും മാറ്റിയതല്ലേ, അവർക്ക് തന്നെ അറിയാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതേപോലെ ആക്കിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വന്നതാണ് നമ്മുടെ അടുത്ത്, സർവീസിന് വേണ്ടി മാത്രം. സർവീസിനല്ല, ഏകദേശം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ് വണ്ടി. ക്ലച്ച് മാറ്റിയിട്ടില്ല കേട്ടോ. ക്ലച്ച് ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് മാറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ ഹോൺ പാഡ് ഉണ്ടല്ലോ, അതൊന്ന് റിയലാക്കണം. അതിൻ്റെ ഒരു ഇപ്പം അധികമില്ല, ചെറുതായിട്ടുണ്ട്. ഏകദേശം വർക്ക് ചെയ്തതാണ് ഇതിനകത്ത്. ചെറുതായിട്ടൊരു സൗണ്ട് കണ്ടില്ലേ. അതുപോലെ ചെറിയ സൗണ്ട് മാത്രമുണ്ട്, അതൊന്ന് നോക്കണം. എൻ്റെ ബോൾ ജോയിൻറ്റോ എൻഡോ മാറ്റിയാൽ നമ്മൾക്ക് ഓടിച്ച് നോക്കാൻ പറ്റില്ല. അലൈൻമെൻറ്റ് കഴിഞ്ഞിട്ട് ഓടിച്ച് നോക്കാൻ പറ്റുള്ളൂ. പക്ഷേ എൻഡ് ഫിറ്റ് ചെയ്യുമ്പോൾ പഴയ മാർക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടാക്കുക, ഉള്ളിലാക്കുക, പുറത്ത് വരുത്തേ ചെയ്തിട്ടില്ല. അതേ മാർക്ക് ചെയ്തിട്ടാണ് എൻ്റെ അടക്കം ഫിറ്റ് ചെയ്തത്. ബോൾ ജോയിൻറ്റ് മാറ്റിയിട്ടുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ മാർക്കിൽ തന്നെ എൻഡ് ഫിറ്റ് ചെയ്ത അലൈൻമെൻറ്റ് പോകും. എന്തായാലും വ്യത്യാസം ഉണ്ടാവും, അധികം ബുദ്ധിമുട്ടുമില്ല, ഓടിക്കാനും പറ്റും നമുക്ക്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ
ഓടിക്കുമ്പോൾ തന്നെ ബാക്കിൽ നിന്ന് കിട്ട് അത് സൈലൻസർ കാണിച്ചു തന്നില്ല ഞാൻ, അതേപോലെ പൊട്ടി നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് സൗണ്ട് വന്നത്. ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത പോലെ ഫീലിങ്ങേ ഇല്ല, സൗണ്ടേ ഇല്ല, റിയലായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ് പോലെ ഒരു സൗണ്ടും ഇതിനകത്ത് തരി സൗണ്ട് അടക്കം ഇല്ല, നീറ്റായിട്ടുണ്ട്. നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. നമ്മുടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് നമ്മുടെ പാത്തുവിനെ ഓടിച്ച് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കോളിസ് കൊണ്ട് വന്നാലും ശരി, ഇനിയിപ്പോൾ ഇനോവ കൊണ്ട് വന്നാലും ശരി, എങ്ങനെയുണ്ട് വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓടിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയൂ, എൻജിനടക്കം പുറത്തേക്കുന്നത് അറിയുന്നേ ഇല്ല, സ്റ്റാർട്ടിങ് ആണെന്ന് തോന്നുന്നേ ഇല്ല, ഫ്രീ ആയിട്ട് ഓടുന്ന പോലെയാണ് എൻജിനുള്ളത് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ വണ്ടി വന്നാലും ഞാൻ അതുപോലെ തന്നെ ആക്കി കൊടുക്കും. ഇനിയിപ്പോൾ കസ്റ്റമർ വന്ന് പറയും എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒരു തരി സൗണ്ട് പോലും ഇല്ല, നീറ്റായിട്ട് ഓടുന്നുണ്ട് വണ്ടി. പുള്ളിങ് അടക്കം ബെസ്റ്റായിട്ടുണ്ട്. അത് പുള്ളിങ് നമ്മൾ ക്ലച്ചൊന്നും മാറ്റിയില്ല, എന്താ വെച്ചാൽ ഓടിക്കുമ്പോൾ തന്നെ പുള്ളിങ് ഉണ്ടായിരുന്നു വണ്ടിക്ക്, അതുകൊണ്ട് ക്ലച്ചൊന്നും മാറ്റിയിട്ടില്ല. അത് റെയിലാണ്. ഇപ്പോൾ ഓടിക്കുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. സൗണ്ടുകളും ഇപ്പോൾ ഓഫ് റോഡിൽ കയറിയിട്ടുണ്ട്, സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കും. എന്തെങ്കിലും ബോൾ ജോയിൻറ്റിൻ്റെയോ നേരത്തെ ഉണ്ടായിരുന്നില്ല, അധികം സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ പൊക്കി നോക്കുമ്പോൾ എല്ലാ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. ചെറിയ സൗണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ മാത്രം, ചെറിയ സൗണ്ട് നമുക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുച്ച് കിറ്റ് പോയത് കൊണ്ടാണ് ആ സൗണ്ട് വന്നത്. പിന്നെ റോട്ടറും കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, ബ്രേക്ക് ചവിട്ടുമ്പോഴടക്കം ഡൗൺ ആയി പോകുന്നുണ്ടായിരുന്നു. അതും മാറ്റിയപ്പോൾ ഏകദേശം ക്ലിയറാണ്. ഇനി കൂടെ നമുക്ക് ഈ ജോബ് കാർഡൊന്ന് എടുക്കണമെന്ന്. എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഓടിക്കില്ല കേട്ടോ, എൻ്റെ കൂടെ പയ്യന്മാരുണ്ടാവും, എന്നിട്ടേ ഞാൻ ഓടിക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒറ്റയ്ക്ക് ഓടിക്കില്ല. ഞാൻ ഒരാളിനെയും ഇരുത്തിയിട്ട് ഞാൻ ഒരു തവണ 2 തവണ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഓടിക്കും. അതിനുശേഷം പിള്ളേരെ വിളിച്ചിട്ട് ഞാൻ ഓടിക്കുള്ളൂ വണ്ടി. ഇതിൻ്റെ പാഡിൻ്റെ സൗണ്ട് മാത്രമുണ്ട്, സ്റ്റിയറിങ്ങിൻ്റെ പാഡ് അതിൻ്റെ സൗണ്ട് മാത്രമുണ്ട്. അതുകൊണ്ടാണ് ആ തരിപ്പിൻ്റെ സൗണ്ടുകൾ ഞാൻ കാണിച്ചു തന്നില്ല, അതേപോലെ തരിപ്പ് സൗണ്ട് വരുന്നത് കണ്ടില്ല, അത് മാത്രം. അത് അതിൻ്റെ ബോൾട്ട് അടക്കം ഇല്ലയെന്ന് തോന്നുന്നു, നോക്കട്ടെ. ബോൾട്ട് സ്ക്രൂ ഉണ്ടാവുമല്ലോ, അതില്ല, വെച്ചിട്ടേ ഇല്ല ഇതിനകത്ത്. നേരത്തെ ഉണ്ടായില്ല എന്ന് തോന്നുന്നു, അതൊന്നും വെച്ച് കൊടുക്കണം നമുക്ക്. ബോൾട്ട് 8-ൻ്റെ ബോൾട്ടാണ് വരുന്നത്, അതൊന്നും വെച്ച് കൊടുക്കണം. അപ്പോൾ പിന്നെ ആ സൗണ്ട് റിലീസാവും. അതിൻ്റെ സൗണ്ടാണ് വന്നത്. എൻജിൻ മൗണ്ട് മാറ്റിയപ്പോൾ തന്നെ അതിൻ്റെ സൗണ്ടുകൾ പൂർണ്ണമായിട്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ഗ്ലാസ് എല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് കയറ്റി വെച്ചാൽ ഒന്നും അറിയില്ല, നമുക്ക് അങ്ങനെ റിയലായിട്ട് ഓടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അലൈൻമെൻറ്റ് മാത്രം പെൻഡിങ് ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ ലൈറ്റുകളാണ് പറഞ്ഞത് കസ്റ്റമർ, ലൈറ്റും പിന്നെ ഡിക്കിയും മാറ്റാൻ പറഞ്ഞത്. അതാ മാറ്റാൻ പറഞ്ഞതാണ് അല്ലേ, ഷോക്ക് മാറ്റാൻ പറഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ ബെൻഡിങ് ഉള്ള ഇത് ലൈറ്റുകളൊക്കെ എല്ലാം ഒറിജിനൽ ഇടണം. അതേപോലെ ഡിക്കിൻ്റെ ഷോക്കും ഡിക്കിയും മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡിക്കിയും മാറ്റണം, പിന്നെ ഷോക്കും മാറ്റണം. അത് ചെറിയ പണിയേ ഉള്ളൂ. ലൈറ്റ് വന്നിട്ടില്ല, വന്നിട്ട് ഒരു നാളേക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ വരും. വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാനും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ക്ലിയറാണ്, ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. ഓടിക്കുമ്പോൾ തന്നെ റിയലാണ്. സൈലൻസറും മാറ്റിയപ്പോൾ അതിൻ്റെ സൗണ്ടേ മാറി. നേരത്തെ ഒരുപാട് സൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല, റിയലാണ്. ഇപ്പോൾ പുള്ളിങ് അടക്കം എക്സ്ട്രാ ലെവലിൽ വരുന്നുണ്ട് കേട്ടോ, കയറി പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, റിയലായിട്ട് നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.